ഗുഡ് മോർണിംഗ്. കട്ടൻ ചായ 135. കട്ടൻ ചായ 135 അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രശ്മി വെൽക്കംസ് യു. എനിക്ക് നിങ്ങൾ തരുന്ന സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നു. 3041 സബ്സ്ക്രൈബേഴ്സിന് തന്നതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. All subscribers are welcome to this program. Let us make a cup of black tea. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, തേയില, വെള്ളം. സ്റ്റാർട്ട്. ആദ്യം നമ്മൾ കുക്കർ കാണിക്കുക. ഇൻഡക്ഷൻ കുക്കർ റെഡി ടു സ്റ്റാർട്ടാണ്. അത് അടുത്ത തേയിലയാണ്. ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡ്. ഇതാണ് ആ തേയില. ഇത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ. നമ്മൾക്ക് അതിൻ്റെ അകത്ത് 3 സ്പൂണാണ് വേണ്ടത്. ആ സ്പൂണ് അതിൻ്റെ അകത്ത് ചെറിയ സ്പൂണുണ്ട്. ഇത് ഇഞ്ചി, ഇത് ഏലക്ക ആൻഡ് കറുവാപ്പട്ട. അത് അരിഞ്ഞു വെച്ചിരിക്കുന്നു. നെക്സ്റ്റ് ഐറ്റം കപ്പാണ്, ചായ ഒഴിക്കേണ്ട കപ്പ്. നെക്സ്റ്റ് ഐറ്റം 3 ഗ്ലാസ് വെള്ളമാണ്, അതായത് 2+1 ആണ്. ഇത് ഫിൽറ്ററിങ് യൂണിറ്റ്. ഫിൽറ്ററിങ് യൂണിറ്റ് മീൻസ് അതിനകത്തൊരു കപ്പ്, 1 സ്പൂണ്, 1 ഫിൽറ്റർ. ഇത് ചെരുവൻ, നമ്മുടെ ചായ അനത്താനുള്ള പാത്രം. അത് മൊത്തത്തിലൊന്നും കൂടെ കാണിക്കുകയാണ്. നമ്മളിത് ടീക്ക് വുഡ് പെക്കറിൻ്റെ കട്ടിംഗ് ബോർഡിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ടീക്ക് വുഡ് പെക്കർ അത് കട്ടിംഗ് ബോർഡ് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ എല്ലാം ഒന്നിച്ച് കാണിക്കുകയാണ്. വെള്ളമെടുത്ത് വയ്ക്കാനുള്ള പാത്രം ആദ്യം വെച്ചു, പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ചു. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് 1+1 ആണത്. പിന്നെ അടുത്ത 3ാമത്തെ ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിനുശേഷം നമ്മൾ ഹീറ്റർ ഓൺ ചെയ്തു. ഹീറ്റർ ഓൺ ചെയ്തതിന് ശേഷം ആദ്യത്തെ ഐറ്റം ഇഞ്ചി ഇട്ടു. ഇഞ്ചിയുടെ പുറകെ കറുവാപ്പട്ടയും ഏലക്കായും കൂടെയുള്ള മിശ്രിതം ഇട്ടു. ഇനി നമുക്കത് 2-3 മിനിറ്റ് സമയം ചൂടാകണം. എന്നുവെച്ചാൽ 3 ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മളെ ഇപ്പം 135 ഞാൻ കാണിച്ചു. അത് 24-ാം തീയതിക്ക് ചെയ്യേണ്ട പ്രോഗ്രാമായിരുന്നു. ഇന്ന് ഡേറ്റ് 27-ആയി. അപ്പോൾ എനിക്ക് 3 ദിവസത്തെ ലാഗിങ് വന്നു പോയി ഇതിനകത്ത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1-2 ദിവസമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ബുദ്ധിമുട്ട് മീൻസ് ഫങ്ഷൻസിനൊക്കെ പോയിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ അറ്റൻഡ് ചെയ്ത് വന്നപ്പോൾ ഇതിനൊന്നും സാവകാശം കിട്ടിയില്ല. അങ്ങനെയാണ് അത് ലാഗിങ് വന്നു പോയത്. ലാഗിങ് വന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് അത് കറണ്ടിലേക്ക് കൊണ്ടുവരും. കറണ്ട് മീൻസ് ഇന്നത്തെ എപ്പിസോഡിന് പറ്റുന്ന നമ്പറിലേക്ക് കൊണ്ടുവരും. അതായത് നമ്മൾ ഇത് ഫാദർ മാത്യു വൈരാമണിലച്ചൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമുമായിട്ട് അനുബന്ധിച്ചാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അതിലെ വചനങ്ങളാണ് നമുക്ക് ഡെയിലി, അതായത് രാവിലെ ആ പ്രോഗ്രാം കേട്ടതിന് ശേഷം അതിൻ്റെ വചനങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഈ കട്ടൻ ചായയുടെ കൂട്ടത്തിൽ ആ വചനം ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് അതിൻ്റെ നമ്പർ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 135 ആണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബട്ട് അതിൻ്റെ നമ്പർ, ആക്ച്വൽ നമ്പർ 3 കൂടുതലാണ്. 138 വരെയൊക്കെ വരേണ്ടതാണ്. അത് ഞാൻ ക്രമേണ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നതുകൊണ്ടും ചെയ്യുന്നതുകൊണ്ടുമുള്ള പ്രധാനപ്പെട്ട ഗുണം, നമ്മൾ ഡെയിലി ബൈബിൾ വായിക്കുന്നു എന്നുള്ളതാണ്. ബൈബിൾ വളരെ ആദരവോടുകൂടി തന്നെ വായിക്കുകയും അനുസരിക്കുകയും അത് കേൾക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ഗുണം ഉണ്ട് എന്നാണ് വൈദികന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണിത് ഞാനിതിനകത്ത് ഈ വചനം വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ 3000-ൻ്റെ മേളിലുള്ള 3041 സബ്സ്ക്രൈബേഴ്സിൻ്റെ രഹസ്യവും ഈ വചനം തന്നെയാണ്. ഈ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൂടാതെ ആ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന വചന ശുശ്രൂഷ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൂടാതെ 3 മണി സമയത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഫാദർ ഡാനിയൽ അച്ഛൻ ഡാനിയൽ പൂവണ്ണത്തിലച്ഛൻ പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനകത്തൊക്കെ എനിക്ക് ഒത്തിരി സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ 1 മിനിറ്റിൻ്റെ ഷോർട്ട് പടങ്ങളുണ്ട്. ഷോർട്ട് വീഡിയോകളിൽ നിന്നും ധാരാളം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളം ഇപ്പം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു പ്രശ്നം വന്നു. കറണ്ട് പോയിട്ട് തിരിച്ചു വന്നപ്പം സ്വല്പം അതിൻ്റെ അത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ടൈമിങ്ങിനകത്ത് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വെള്ളം ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യും. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പൊടി തേയില ഇടും. ആ തേയില ഒരു വളരെ നിലവാരമുള്ള തേയിലയാണ്. അത് നമ്മൾ ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ച വെള്ളത്തിലേക്ക് ആ തേയില ഇട്ടിട്ട് ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ വെച്ചാൽ മതി. അപ്പോൾ അത് നല്ല ഒന്നാന്തരം ചായയായിട്ട് വരും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ചായ ഉണ്ടാക്കാൻ നമുക്ക് സഹായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നതിന്. ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയില്ല. അതിന് സഹായത്തിൻ്റെ കൈകൾ വേറെ ഉണ്ടത്. കൈ നോക്കുമ്പോൾ അറിയാം. അപ്പോൾ നമ്മൾ തേയില ഇട്ടു.
തേയിലേക്ക് ഇനി നമുക്കൊരു 3 മിനിറ്റ് അല്ലെ ഒരു 5 മിനിറ്റ് വയ്ക്കാം. അപ്പം നമുക്ക് ഇന്ന് 3 മിനിറ്റാണ് ഞാൻ വെച്ചത്. ഫ്രീ വയ്ക്കാമെന്ന് പറഞ്ഞാൽ അതിന് ഫ്രീ ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യാതെ വെച്ചോണ്ടിരിക്കുക. അപ്പോൾ 3 സ്പൂണ് കുഞ്ഞ് സ്പൂണിന് 3 കുഞ്ഞ് സ്പൂൺ ഷുഗർ ഫ്രീ സ്വീറ്റ്നർ ഇടുകയാണ്. ഷുഗർ ഫ്രീ സ്വീറ്റ്നർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര രഹിത മധുരം എന്നാണ് അതിൻ്റെ ഗൂഗിൾ പരിഭാഷ. ഇപ്പം ചായ റെഡിയായിരിക്കുന്നു. ആ ചായൻ്റെ 3 ഗ്ലാസ്സിനെയും കൂടി ഒന്നിച്ച് നമ്മൾ അരിച്ച് മധുരമൊക്കെ ഇട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ഥിരം ചെയ്യുന്ന പോലെ ആ കപ്പിനകത്തിരിക്കുന്ന വെള്ളം ഇളക്കിയതിന് ശേഷം, തേയില വെള്ളം ഇളക്കിയതിന് ശേഷം ആ മഗ്ഗിനകത്ത് നിന്ന് നമ്മൾ ആ കപ്പിലേക്ക്, നമ്മുടെ ആ പ്രാർത്ഥന ടേബിളിലേക്ക് കൊണ്ടുപോകേണ്ട കപ്പിലേക്ക് നമ്മൾ ചായ പകരുന്നു. അപ്പം നമ്മുടെ ക്യാമറ ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഈ കുക്കിംഗ് അസിസ്റ്റൻറ്റ് വളരെ കാര്യമായിട്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. പുതിയ ആളാണ്. ഒരു സഹായത്തിന് ഞാൻ വിളിച്ചതാണ്. കുറച്ച് നാളത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം ചായയുടെ നമ്മൾ ടേബിളിൽ കൊണ്ടുവച്ചു. നമ്മുടെ ടേബിളിൽ, അതായത് പ്രാർത്ഥിക്കുന്ന ടേബിളിൽ കൊണ്ടുവച്ച് വളരെ പ്രാർത്ഥനയോടും നല്ല അനുസരണയോടും കൂടി നമ്മൾ ബൈബിളിൽ ടേബിളിൽ കൊണ്ടുവച്ചു. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മൾ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ 24-ാം തീയതിയിലെ പ്രോഗ്രാമാണ് നമ്മൾ. അതിൽ ജോബിൻ്റെ പുസ്തകത്തിലെ വചനങ്ങളാണ് ഇന്ന് വായിക്കുന്നത്. ജോബിൻ്റെ പുസ്തകം 1-ഉം 22-ാമത്തെ അധ്യായവും. 1-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം 3-ഉം വചനങ്ങളും 22-ാം അധ്യായത്തിലെ ലാസ്റ്റ് ആ വചനങ്ങളുടെ നമ്പർ ഞാനോട് പറയാം. ഇന്നത്തെ വചനം ജോബ് 1-ാം അധ്യായത്തിൽ 1, 2, 3, 21, 22, 22-ാം അധ്യായത്തിൽ 25, 26, 28. ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാനത് വായിക്കാം. ജോബിൻ്റെ പുസ്തകം അധ്യായം 1. ഊസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനും ആയിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന അവന് 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ജോഡി കാളകളും 500 പെൺകഴുതകളും എണ്ണമറ്റ ദാസന്മാരും ഉണ്ടായിരുന്നു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. 22-ാം അധ്യായത്തിൽ സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിൻ്റെ പാതകൾ പ്രകാശിതമാകും. അതിനും ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ശുഭം. ഗുഡ് ലക്ക്.